പഴയ വീഞ്ഞു പുതിയ കുപ്പി എന്നു പറഞ്ഞ അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആരൊക്കെ പുതിയ കളിക്കാർ വന്നാലും ഏതൊക്കെ പുതിയ കോച്ചുമാർ വന്നാലും ഫിനിഷ് ചെയ്യാൻ മറന്നു പോകുന്ന സ്ട്രൈക്കർമാരും കളിയുടെ നിർണായക സമയത്ത് ഗോൾ വഴങ്ങുന്ന ഡിഫൻഡർമാരും എന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയാണ്. ഇത്തവണയും അതിനു വലിയ മാറ്റമില്ല. ISL സീസൺ 11ന്റെ 4ാം മത്സരത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി 1 മിനിറ്റും മൗനം ആചരിച്ച ശേഷമാണ് കളി തുടങ്ങിയത്. വിരസമായ ഒന്നാം പകുതിയിൽ ഏറെയും മുന്നേറ്റം നടത്തിയത് പഞ്ചാബ് തന്നെയാണ്. 34ാം മിനിറ്റിൽ നോറ കൊടുത്ത ഒരൊറ്റ ക്രോസ് മാത്രമാണ് ആദ്യ പകുതിയിൽ കേരളത്തിന്റെ മികച്ച ഒരു മുന്നേറ്റം. പുതിയ സ്ട്രൈക്കർ ജീസസ് ജിംനസിനെ കളത്തിലിറക്കിയാണ് കോച്ച് 2ാം പകുതി തുടങ്ങിയത്. പിന്നീട് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല മുന്നേറ്റങ്ങൾ കണ്ടുവെങ്കിലും ഫൈനൽ തേർഡിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ മാത്രം കഴിഞ്ഞില്ല. 85ാം മിനിറ്റിൽ പന്തുമായി കേരളത്തിന്റെ പെനാൽറ്റി ബോക്സിലെത്തിയ ലിയോൺ അഗസ്റ്റിനെ ഡിഫൻഡർ ഷെരീഫ് ഫൗൾ ചെയ്തതിനാൽ പഞ്ചാബിന് പെനാൽറ്റി ലഭിക്കുകയായിരുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ പെനാൽറ്റിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച സച്ചിൻ സുരേഷ് രക്ഷകനാകുമെന്ന് കരുതിയെങ്കിലും സച്ചിനെ ഒന്ന് അനങ്ങാൻ പോലും അനുവദിക്കാതെ പഞ്ചാബ് സ്ട്രൈക്കർ ലൂക്ക മാജൻ ഒരു റോക്കറ്റാണ് വലയിലോട്ട് അയച്ചത്. കോർണർ ഫ്ലാഗിൽ തന്റെ ജേഴ്സി ഊരി മൈതാനത്ത് കുത്തിക്കൊണ്ട് ഞാൻ ഇവിടം കീഴടക്കിയെന്ന ലൂക്കയുടെ സെലിബ്രേഷൻ അക്ഷരാർത്ഥത്തിൽ കലൂർ സ്റ്റേഡിയത്തെ നിശബ്ദമാക്കി. 90ാം മിനിറ്റും കഴിഞ്ഞു ഇഞ്ചറി ടൈമിന്റെ 2ാം മിനിറ്റിൽ നമുക്ക് വേണ്ടി ദൈവം അവതരിച്ച പോലെയായിരുന്നു ജീസസ് ജെമിനിസിന്റെ ഗോൾ. പ്രീതം കോട്ടൽ നൽകിയ ഒരു മികച്ച ക്രോസിന് ഒരു ക്വാളിറ്റി ഹെഡർ. പഞ്ചാബ് ഗോൾ കീപ്പറെ നിശബ്ദനാക്കിക്കൊണ്ട് ഒരു ഉഗ്രൻ ഗോൾ. ആർത്തിരമ്പി കലൂർ സ്റ്റേഡിയം. എന്നാൽ വെറും 3 മിനിറ്റിനുള്ളിൽ ഫിലിപ്പിലൂടെ 2ാം ഗോൾ സ്വന്തമാക്കി പഞ്ചാബ്. ഡിഫൻസിലുണ്ടായ വലിയ പിഴവ്. കളി പഞ്ചാബിന് സ്വന്തം. തുടർച്ചയായി കലൂരിൽ കേരളത്തിന്റെ 3ാം തോൽവി. കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിലോട്ട് ലോൺ കൊടുത്ത നിഹാൽ സുധീഷ് മികച്ച പ്രകടനമാണ് കളിയിൽ കാഴ്ചവെച്ചത്. നിഹാൽ തന്നെയാണ് കളിയിലെ താരം. ലൂണ സെൻട്രിക് ഫുട്ബോൾ കളിക്കുന്ന കേരളത്തിന് ലൂണയുടെ അഭാവം നല്ല രീതിയിൽ പ്രകടമായിരുന്നു. മുൻ സ്ട്രൈക്കർ ദിമിത്രിയോസിന് പകരം നല്ലൊരു സ്ട്രൈക്കറിനെ കിട്ടിയെന്നതും നോറയുടെ മികച്ച പ്രകടനവും അല്ലാതെ ഒന്നും തന്നെ ഈ മത്സരത്തിൽ കേരളത്തിന് ഓർത്തുവെക്കാനില്ല. തുടക്കത്തിലെ നേരിട്ട തോൽവിയിൽ നിന്നും പിഴവുകൾ മനസ്സിലാക്കി മികച്ച തിരിച്ചുവരവ് നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ. കപ്പില്ലാത്ത ടൂർണമെന്റിലെ ഏക ടീമാണെങ്കിലും മറ്റേത് ടീമിനേക്കാളും ആരാധകരുടെ മനസ്സിൽ വിജയിക്കാൻ സാധിച്ച ടീമാണിത്. അതുകൊണ്ട് തന്നെ ഒറ്റ മത്സരം കൊണ്ട് എഴുതിത്തള്ളാൻ സാധിക്കില്ല. ശക്തമായി തിരിച്ചുവരൂ ബ്ലാസ്റ്റേഴ്സ്.